പെരുന്നാളായിട്ട് എവിടെന്നെങ്കിലും പോകുന്നില്ലേന്ന് ചോദിക്കുന്നതിന് എല്ലാവരോടും പറയാം. നമ്മൾ പെരുന്നാളിന് പോകുന്ന ബോട്ടിങ്ങിനാണ്. അപ്പം ഷാവറാണ് ഇന്ന് ഒരുങ്ങിയൊക്കെ നിന്നായിരുന്നു 100 വരുന്നെന്ന് പറഞ്ഞ് 2 വണ്ടി പോകുമെന്ന് വിചാരിച്ച്. പക്ഷേ ഇപ്പം 100 ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ ഷാവർ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. അപ്പം അവൻ സെറ്റ് അടിച്ച് നിൽക്കുക. കരയണ്ടാ. അപ്പം ഞാനും അസീമും കൂടെയാണ് പോകുന്നത്. ബാക്കി നമ്മൾ വീഡിയോ ഫുള്ളായിട്ടാണ്. അങ്ങനെ നമ്മുടെ ബോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബോട്ടിൽ ആൾക്കാരില്ല. എടാ മുകളിലൊക്കെ കയറിയിരിക്കുന്നു. ഏയ് പ്രഭു മീൻ പോയെ 2 മീൻ പോയെ. കൃഷ്ണ പോയോ? ഗൈസ് ഇതാണ് നമ്മുടെ ബോട്ടൊക്കെ റെഡിയാക്കുന്ന സ്ഥലം. എടുത്ത് ഇല്ല. ഗൈസ് 44 രൂപ 2 കാവാല്. സോമൻ ചട്ടി 10 രൂപ. ടിക്കറ്റ് ഞാൻ ഇപ്പം എത്ര രൂപ കൊടുത്തു? പുതിയ സ്ഥലത്തിൻ്റെ വർക്ക് നടക്കുന്നു. അരികിലുണ്ട് അരി. അടിയാണ് അടിയാണ് അടിയാടി. ഈ ചേട്ടനെ അടുത്ത സ്റ്റോപ്പ് ഇറക്കി. ഈ ചേട്ടനെ അടുത്ത സ്റ്റോപ്പ് ഇറക്കാം. ചേട്ടാ പലതരം കുഴപ്പമുണ്ട്. ചെറുതൊന്നും അല്ല അടിച്ചു. ചേട്ടാ അടിച്ച ബ്രാൻഡ് ബ്രോ. അപ്പം ഞാനും അസീമും നമ്മളിപ്പോൾ ബോട്ടിലാണ്. ഗൈസ് വീട്ടിലിരിക്കാതെ പുറത്തിറങ്ങി നടക്കൂ. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ കാവാലഞ്ചട്ടിയിലെത്തുന്നതാണ്. ഏകദേശം മൊത്തം 2-2.5 മണിക്കൂറുണ്ട്. എന്ത് രസമാണ് ഈ ക്ലൗഡ് പ്ലസ് നമ്മുടെ ബോട്ടുകൾ. ജാതി സീനറി. സിമേ എങ്ങനെയുണ്ട്? അങ്ങോട്ടൊക്കെ നോക്കിയാൽ കുറേ ഉണ്ടല്ലേ, കടൽ പോലെ. ഇടിച്ചടാ ഇടിച്ചടാ ഇടിച്ചടാ. കടൽ പോലെ. നമ്മുടെ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞു ബോട്ട്. അവർ രക്ഷപ്പെട്ടു. പ്രളയത്തെ പേടിച്ചിപ്പോ ഇവരെല്ലാരും വീടൊക്കെ ഇങ്ങനെ ആയിട്ട്. ഗുഡ് ജോബ്. ഇപ്പോൾ സമയം 4 മണി ആവാറായി. 4:45 നമ്മൾ അവിടെ ചെല്ലും. കാവാലം ലാലേട്ടൻ്റെ
കാവാലം ജെട്ടി. ലാലേട്ടൻ്റെ ബിഗ് ഫാൻ അസീം, നെക്സ്റ്റ് ബിഗ് ബോസ്. നമ്മുടെ നേരെ ഒരു ബോട്ട് ഇടിച്ചില്ല. ഇതിനെന്ത് ചെയ്യും? എടാ എല്ലായിടത്തും ബോട്ടാണല്ലോ. ഓ ഭയങ്കര പാടല്ലേ ഈ ബോട്ടൊക്കെ ഡ്രൈവ് ചെയ്യാൻ. അവരൊക്കെയാണ് നോക്കി പേടിപ്പിക്കുന്നത്. എന്തിന്? യെസ് ഗൈസ്, നമ്മളങ്ങനെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഉറുമ്പ് വരുന്നില്ല ഇതൊക്കെ ഗൈസ്. ഇപ്പോൾ ഒത്തിരി നേരം ഇരുന്നിട്ടാണ് ഉറക്കം വരുന്നത്. എന്തെങ്കിലും എന്തുമായിരുന്നു അവസാനം നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ചായ കുടിക്കാൻ എന്താ ഷോപ്പൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. അടിച്ച് കയറാൻ നമ്മളൊന്ന് നടന്ന് മുഖമൊക്കെ കഴുകിയിട്ട് ഒന്ന് ചായ കുടിക്കാനുള്ള പ്ലാനിലാണ്. ഇവിടെ നമുക്ക് ആലപ്പുഴയ്ക്ക് പോകാൻ ബസ് ഓരോ 40 മിനിറ്റ് ഇടവിട്ടുണ്ട്. നൈസാണ്. എന്തൊരാശ്വാസം ചേട്ടാ ചേട്ടാ ചേട്ടാ. നല്ല കാഴ്ചകളെ അങ്ങോട്ട് പോയാലാണ് കാണാൻ പറ്റുന്നത്. അങ്ങോട്ടാണ് ആ പക്ഷെ നല്ല രീതിയിൽ ആലപ്പുഴ ടൗണിൽ നിന്ന് അല്ലല്ല നടന്ന. ആ അല്ല ഇങ്ങോട്ട് ബോട്ട് ചെയ്യണം, തിരിച്ച് ബസ്സിന് പോകാൻ. ബോട്ട് വന്നിട്ടൊന്നും കണ്ടില്ല. പള്ളിയുണ്ട്, പള്ളിയുണ്ട്. ക്രിസ്ത്യൻ പള്ളിയോ? സത്യം പറഞ്ഞ ഈ ക്രിസ്ത്യൻ പള്ളിയാണ് നമ്മുടെ ആലപ്പുഴയിലെ ഓരോ സ്ഥലത്തെയും ബ്യൂട്ടി കാണിക്കുന്നത്. അല്ല സിനിമ അല്ല നമ്മുടെ ചമ്പക്കുളം ചർച്ച്, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തി. കുറച്ച് ഉള്ളിലോട്ടൊന്ന് നടന്നു പോയി. 1 കിലോമീറ്റർ നടന്ന് ഇവിടെ വല്ലതും ടൂറിസ്റ്റ് ആയിട്ടുള്ളൊരു സ്പോട്ട് ഉണ്ടാകുന്ന നോക്കിയില്ല. ടൂറിസ്റ്റ് ഏരിയ ആണ്, അങ്ങനല്ല. നമ്മൾ കൈനഗിരി പോലെ ഇരിക്കാൻ പറ്റുക. പക്ഷേ ചെന്നിറങ്ങിയിട്ട് നമ്മൾ കൈനഗിരി ടെർമിനൽ ഉണ്ടല്ലോ, അതുപോലെ വല്ല ഏരിയ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നോക്കിപ്പോയി. ഇവിടെ ഒന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മൾ വരുന്ന വഴി ഏകദേശം ഒരു 3 മണിക്കൂർ 2.5 മണിക്കൂർ നമ്മൾ 3 മണിക്ക് നമ്മൾ അവിടെ നിന്ന് കയറി 4:30 4:45 ഇവിടെ വന്നിറങ്ങാം. 2.25 മണിക്കൂറോളം നമ്മൾ കുറേ സംഭവങ്ങളുണ്ട്. എന്താടാ? അയ്യോ സോറി, 1.25 മണ്ടന്നി. 1.25 മണിക്കൂറോളം നമ്മൾ കുറേ ഇഷ്ടംപോലെ ബോട്ടുകൾ, കുറേ ആൾക്കാർ, കുട്ടികളുടെ ചിരി, അത് ഇത് വൈബായിരുന്നു. അതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും നൈസായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ എന്തായാലും ഇപ്പം നടന്നു പോയത് നമ്മളൊരു സ്കൂള് കണ്ടിട്ട് തിരിച്ചു വന്ന്. ഇതിടെ വേണ്ട വേറെ വല്ല ദിവസമായിരുന്നു നമുക്ക് കളക്ഷനെങ്കിലും അടിക്കായിരുന്നു. അതിനും പറ്റിയില്ല. എന്തായാലും നൈസായിരുന്നു. ചായ കുടിക്കാൻ പോകും. ഇതാണ് നമ്മുടെ ചായക്കട. 2 ചായ പറഞ്ഞിട്ടുണ്ട്. ഹായ് അപ്പൂപ്പ. ചേട്ടാ ഞങ്ങൾക്ക് ചായ. എടാ കഴിക്കാനെന്ത് കഴിക്കാൻ? അയ്യോ എടാ മുട്ട പപ്സ്. ഈ മുട്ട പപ്സ് ആണോ? ഒരു മുട്ട പപ്സ് എനിക്ക് മാത്രം. എനിക്ക് സുഹിയൻ മതിയാ. അത് സംബൂസ മതി. എന്താ ചായ പറഞ്ഞു?
പപ്സിനോടാണ് എൻ്റെ പ്രണയം. മേരാ ചായ തുമാരാ ചായ അസീം. മേം പപ്സ് കഴിക്കാൻ പോകുന്നു ഹേ. കൊതി ഇടണ്ട. വൈബാണ് ഗൈസ്. അപ്പുറത്ത് ജങ്കാർ. നൈസാണ്. തിരിച്ച് നമ്മൾ ബസ്സിലാണ് ഗൈസ്. വെയിറ്റിംഗ് ഫോർ ബസ്. അരമണിക്കൂറോളമായി. ടയർഡായില്ലേ? ഒരു മണിക്കൂറത്തെ സമയത്തിന് ശേഷം നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. സിനിമ ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ കുറേ നേരം ഇരുന്നപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഒരു ചേട്ടനാണ് ഗൈസ്. ഈ ചേട്ടൻ നമ്മളവിടെ കുറേ നേരം ഇരുന്നായിരുന്നു. നമ്മുടെ ആലപ്പുഴയിലെ കോടതി പറയും. ഓക്കെ ചേട്ടാ, ശരി ചേട്ടാ, ശരി കാണാം, ബൈ. പിന്നെ നമ്മൾ നേരെ ആലപ്പുഴയുടെ മണ്ട. അവസാനം നമ്മുടെ റൈഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കാവാലം ജപ്തിയുടെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ. അപ്പോൾ പുതിയതായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.